ഹലോ. ഇന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഒരു ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാമേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു പകുതി സവാളയും പച്ചമുളകും അതേപോലെ കുറച്ച് മല്ലിയിലയും മതി. ഇനി നിങ്ങളുടെ ഫ്ലേവേഴ്സിന് വേണമെങ്കിൽ വല്ല മസാലകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പകുതി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തതും അതേപോലെ കുറച്ച് മല്ലിയിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു 4 ബ്രെഡാണ്. അതിനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പം അത് കട്ട് ചെയ്യുന്നില്ല, 4 സൈഡോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ഒരു ബ്രെഡിനെ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിൽ ഓരോ ബ്രെഡ് പീസുകളും നമ്മൾ മുട്ടയുടെ മിക്സിൽ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കി ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്കിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാമേ. ഇട്ട ഉടനെ അത് തിരിച്ചിടരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. ഒരു സൈഡ് ഒരു ഏകദേശം ആയി വന്നതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡും ഇപ്പോൾ ഓവറായിട്ട് അത് ബ്രൗൺ കളർ ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ആ ഒരു കളറിന് ആവശ്യമായിട്ടുള്ള രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒരു ബ്രൗൺ കളർ ആക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കോരിയെടുക്കുന്നത്. ഇതേപോലെ ബാക്കി വെച്ചിട്ടുള്ള എല്ലാ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അത് നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.